ശതകോടീശ്വരന്മാരുടെ എണ്ണം ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. ആ കാര്യത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഒന്നാമതെത്താൻ പോകുന്നത്. അതായത് ഈ 2047 ആകുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ ഒന്നാമതെത്തിയേക്കാം. എത്ര ശതകോടീശ്വരന്മാരാണ് ഉള്ളത് ഇന്ത്യയിൽ എന്നറിയാമോ? 169 ശതകോടീശ്വരന്മാരുണ്ട്. മുകേഷ് അംബാനി, അദാനി, ഇങ്ങനെ പോരും ആ പട്ടിക. അങ്ങനെ 169 ശതകോടീശ്വരന്മാരുള്ള ഇന്ത്യ ആ കാര്യത്തിൽ മാത്രം 206 രാജ്യങ്ങളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അത് 1-ാം സ്ഥാനത്തേക്ക് എത്താൻ വലിയ കാലദൈർഘ്യം വേണ്ടി വരില്ല. അത് ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ടാണ് ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചത് എന്നതിന് കണക്കുകളുണ്ട്. അതായത് തോമസ് പിക്കറ്റി അടക്കമുള്ളവർ ചേർന്ന്, അതായത് 2 ഇന്ത്യക്കാരും 2 ഫ്രഞ്ച് പൗരന്മാരും കൂടെ, സാമ്പത്തിക വിശാരദർ ചേർന്ന് നടത്തിയ ഒരു പഠനം 1922 മുതൽ 2023 വരെ നടത്തിയ പഠനം ഉള്ള കാലഘട്ടത്തിലെ ഇവിടത്തെ അസമത്വ വളർച്ച, ഇന്ത്യയിലെ അസമത്വ വളർച്ചയെ പറ്റി നടത്തിയ പഠനം. ആ പഠനത്തിൽ അവർ കണ്ടെത്തിയത് ഇന്ത്യ ഏറ്റവും കൂടുതൽ അസമത്വത്തിലേക്ക് ചേക്കേറിയ 10 വർഷങ്ങളാണ് 2014 മുതൽ 2023 വരെയുള്ള വർഷങ്ങൾ എന്നാണ്. അവരുടെ കണക്കനുസരിച്ച്, അവരുടെ കണ്ടെത്തൽ അനുസരിച്ച് ഇന്ത്യയുടെ ആകെ വരുമാനത്തിന്റെ 20.1% കൈവശം വെച്ചിരിക്കുന്നത് 1% ഇന്ത്യക്കാരാണ്. 1% ഇന്ത്യക്കാര്. അതുപോലെ ഇന്ത്യയുടെ ധനത്തിന്റെ ധനത്തിന്റെ 40.1% കൈവശം വെച്ചിരിക്കുന്നതും ഇതേ 1% ധനാഢ്യരാണ്. അപ്പം ഈ 1% അതിഭീകരമായിട്ട് വളർന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ബാക്കിയുള്ള 99% പേരും കൂടെ ആ 60% ധനമാണ് ബാക്കിയുള്ള 99% ഇന്ത്യക്കാരും കൂടെ പങ്കിടുന്നത് എന്നർത്ഥം. അത്ര വലിയ അസമത്വം. ആ അസമത്വത്തിന്റെ വളർച്ചയിൽ ഇന്ത്യ ഒന്നാമതെത്താൻ വളരെ ചുരുങ്ങിയ നാളുകൾ മതി. ഒരുപക്ഷെ ഈ വർഷം തന്നെ അസമത്വ ഇതില് ഇന്ത്യ ഒന്നാമതെത്തി എന്നിരിക്കാം. ഒരുപക്ഷെ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നതോ അങ്ങനെ തന്നെയാണോ എനിക്കറിഞ്ഞുകൂടാ. പിന്നെ അതുപോലെ പ്രതിരോധ ചെലവിന്റെ കാര്യത്തില് ഇന്ത്യ വീണ്ടും 3-ാം സ്ഥാനത്താണ്. പ്രതിരോധ ചെലവിന്റെ കാര്യത്തിൽ ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? ആളോഹരി വരുമാനം വളരെ താഴ്ന്നു നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യത്ത് GDP-യിൽ വളരെ താഴ്ന്നു നിൽക്കുന്നു. അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലാണ് 142-ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. 142-ാം സ്ഥാനത്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യം ഡിഫൻസിന് വേണ്ടി 3-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശതകോടീശ്വരന്മാരുടെ അനുസരിച്ച് 3-ാം സ്ഥാനം, ഡിഫൻസിലും 3-ാം സ്ഥാനം. അപ്പൊ ഈ ഡിഫൻസിൽ 3-ാം സ്ഥാനം ആവുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഡിഫൻസിൽ 3-ാം സ്ഥാനം ആവുക എന്ന് വെച്ചാല് അയൽ രാജ്യങ്ങളുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകാൻ പറ്റാത്ത ഒരു പ്രതിരോധമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ പ്രതിരോധത്തിന് വേണ്ടിയുള്ള ചെലവ് കൂടുന്നതിന്റെ കാരണം അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദത്തിൽ പാളിച്ചകളുണ്ട്, വിള്ളലുകളുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതൊന്നും സ്വതന്ത്ര ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തെ ആരെപ്പോൾ ഹനിക്കും എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നിൽപ്പ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അതുപോലെ തന്നെയാണ് ഈ മൊബൈൽ ഫോൺ. ആ കാര്യത്തിലും ഇന്ത്യ വളരെ മുമ്പിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് 2-ാം സ്ഥാനത്താണ് മൊബൈൽ ഫോണുകളുടെ ഉപയോഗത്തിൽ. അത് മൊബൈൽ ഫോണുകളുടെ ഉപയോഗത്തിൽ 2-ാം സ്ഥാനത്താണെന്ന് പറയുമ്പോൾ 144 കോടിയിലധികം ജനങ്ങളുള്ള, അഥവാ 145 കോടി ജനങ്ങളുള്ള ഇന്ത്യ 2-ാം സ്ഥാനത്ത് എത്തുന്നു എന്ന് പറയുന്നതിൽ വലിയ അതിശയമില്ല. പക്ഷെ അവിടെയും നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. ഈ 1% വരുന്ന ശതകോടീശ്വരന്മാര് അവരുടെ കരങ്ങളിൽ തന്നെയാണ് നമ്മുടെ മൊബൈലും അതുപോലെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ടെലിഫോൺ ലൈൻസും കണക്ടിവിറ്റിയും ഇത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അവരാണ്. നേരത്തെ BSNL ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ BSNL നവരത്നങ്ങളിൽ ഒന്നായി വളർന്നിരുന്നു. പക്ഷെ അവിടെ നിന്ന് അതിനെ തയ്ച്ച് താഴേക്ക് ഇട്ടിട്ടാണ് ഈ കോടീശ്വരന്മാരൊക്കെ മുൻപോട്ട് കയറി പോകുന്നത്. അപ്പം ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഇന്ത്യ ഒന്നാമത് എന്ന മുദ്രാവാക്യത്തിൽ എന്തോ പാകപ്പിഴയുണ്ട്. ഒരു ഇൻഡെക്സ് നോക്കിയാലും ഇന്ത്യ ഒന്നാമത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പറ്റുന്ന 2-3 കാര്യം, ഒന്ന് മൊബൈലിന്റെ കാര്യത്തിൽ 2-ാം സ്ഥാനത്തുണ്ട്, 3 ഡിഫൻസ് എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിൽ 3-ാം സ്ഥാനത്തുണ്ട്. ഇനി അടുത്ത 3-ാമത്തെ കാര്യമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ശതകോടീശ്വരന്മാരുടെ കാര്യത്തിൽ ഇന്ത്യ 3-ാം സ്ഥാനത്തുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ
ഒരുപാട് താഴെയാണ് നിൽക്കുന്നത് മറ്റു രാജ്യങ്ങളെക്കാളൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇന്ത്യ 2047 ആകുമ്പോഴേക്കും മൂന്നാമത്തെ ഏറ്റവും വലിയ GDP ആയി മാറും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പാടാണ്, പക്ഷെ നമുക്ക് അങ്ങനെ പ്രത്യാശിക്കാം.